ഓയ് ഗുഡ് മോർണിംഗ്. എല്ലാവരും ഉറക്കമുണർന്നു. സമയം ഇപ്പോൾ 6:30. അപ്പം രാവിലെ നമ്മളൊരു വാക്കിന് പോയിട്ട് വരാം. നമ്മളിതിലെ വൈകുന്നേരമല്ലേ ഇവിടെ വന്നിറങ്ങുന്നത്. അപ്പം ഇന്ന് രാവിലത്തെ എടുത്ത വിശേഷങ്ങൾ നോക്കിയിട്ട് വരാം. നമ്മൾ സ്റ്റേ ഉണ്ടായത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലെല്ലാം ആയിട്ടാണ്. അപ്പം ബാക്കി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ഈ താഴോട്ടാണ്. താഴോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നല്ല ഏരിയ ഉണ്ട്. വലിയ കോടയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു നൈസ് ക്ലൈമറ്റ്, ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട്. ഇതിവിടെ എൻ്റെ എൻട്രൻസ്, അതായത് ആക്ടിവിറ്റി ഏരിയയിലേക്കുള്ള എൻട്രൻസ്. ഇവിടുത്തെ ഒരു സ്റ്റാഫ് ചേച്ചിയാണ്, ആള് സംസാരിച്ചിട്ട് പോയി. നൈസ്. കയറി വരുമ്പം എവിടെയും ഉണ്ട് ഒരു നെയിം ബോർഡ്, കാര്യങ്ങൾ, കോണ്ടാക്ട് നമ്പറൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും എൻക്വയറി ചെയ്യണമെങ്കിൽ ചെയ്യാം. അത്യാവശ്യം നല്ലൊരു സ്റ്റേയും കാര്യങ്ങളെല്ലാം ആണ്. ഇന്നലെ നൈറ്റാണ് ഫുള്ള് ഇവിടെയെല്ലാം കണ്ടത്. നമ്മൾ എത്തുമ്പം തന്നെ 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം മോർണിംഗ് വ്യൂ ഇവിടെയാണ് പൂള് വരുന്നത്. പൂള്, പിന്നെ ഒരു പ്ലേ ഏരിയ, അവിടെയായിട്ടൊരു ബാർബിക്യൂ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് പൂള് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു വാക്കിംഗ് ഏരിയ ഉണ്ട്, അത്യാവശ്യം ചില്ലടിക്കാൻ പറ്റിയ ഏരിയ. ഇന്നലെ വൈകുന്നേരം ആയതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. രാത്രി ആയതുകൊണ്ട് കൂടുതലൊന്നും കണ്ടില്ല. കുറച്ച് അടിപൊളി സെറ്റപ്പാട്ടാ, നല്ല വൈഡായിട്ടുള്ള ഏരിയ ഉണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ ഒരു വാക്കിംഗ് ഏരിയയും സിറ്റിംഗ് ഏരിയ എല്ലാം ഉണ്ട്. ഇപ്പുറത്ത് ചെറിയൊരു പോണ്ട് ഉണ്ട്. അതേ നമ്മുടെ ബാക്കി ടീംസ് അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും അവരടുത്ത് പോയി നോക്കാം. അപ്പം നല്ലൊരു ഏരിയ ഉണ്ടേ, നല്ല പീസ്ഫുൾ ഏരിയ, നല്ല മൈൻഡ് ഓക്കെ ആവും. അതെ, കുറച്ചൊരു പോണ്ടും കുറച്ച് താമരയുണ്ട്. കീർത്തി, ആരാന്റെ പറമ്പിൽ നിന്നും പൂ മോഷ്ടിക്കുന്ന ജിൻസി ചേച്ചി. ശരിയല്ല ചേച്ചി. ഓ നൈസ്, ബ്യൂട്ടിഫുൾ. ഇനിയിപ്പോ എല്ലാരും ആരാന്റെ പറമ്പ് നിർത്തിക്കാൻ പോകും. ഇനിയിപ്പോ ആർക്കും പ്രശ്നമില്ല. നമ്മള് നേരത്തെ മുകളിൽ കണ്ട ആ മലയില്ലേ, അതിപ്പോ കോട വന്നിട്ട് മറഞ്ഞിട്ടാ, അതധികം കാണുന്നില്ല. മോർണിംഗ് അങ്ങോട്ട് വന്നാതിരെ. ഇനി നമുക്കൊന്ന് മുകളിലോട്ട് കയറാം കീർത്തി. നമുക്കൊന്ന് മുകളിലേക്ക് കയറാം. അതെ
പ്രതീക്ഷയില്ലേ? ഫ്ലോപ്പായി പോയല്ലേ ഗായ്സ്? അങ്ങനെയൊന്നുമില്ല. ആരുമില്ല പോട്ടെ അല്ലേ? വീഡിയോ എടുത്ത് കേട്ടാ 2ാം നിലയിലേക്ക് കണ്ടിട്ടല്ലോ. എന്താ മോളെ സാധനം പൂട്ടി, ഇവർക്ക് കയറാൻ പറ്റിയില്ല. പോയ പോലെ തിരിച്ചു വന്നു. സാറില്ല കീർത്തി, ചെലപ്പോ പോയ അത് ശരിയാ. അപ്പൊ നമുക്ക് ഇന്നലെ അർമാദിച്ച പൂളിന്റെ അടുത്തേക്ക് പോവാം. പൂളും ഇന്നലെ നൈറ്റാ കണ്ടേ. മോർണിംഗ് വ്യൂ എങ്ങനെയുണ്ട് നോക്കാം. ചെറിയ രീതിയിൽ മഴക്കാറുണ്ട്. നല്ലൊരു മഴ കിട്ടിയെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പുറത്താട്ടാ നമ്മുടെ ഏരിയ ഉണ്ടായേ. ഈ ഒരു സംഭവം ഈ റിസോർട്ടിന്റെ മെയിൻ അട്രാക്ഷനാണ്. രാവിലെ വന്ന് ഇങ്ങനെ നല്ലൊരു മോർണിംഗ് വാക്കിനൊക്കെ പറ്റിയ ഏരിയ. ഇതാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ, പൂൾ. രാവിലെ വന്ന് പൂളി ചാടണം എന്നൊക്കെ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ആരെയും കാണുന്നില്ല, എല്ലാരും ഉറക്കണീക്കണം അത്രയും തോന്നും. ആ ചെയറിട്ടെടുത്താണ് ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇന്നലെ കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു, അപ്പൊ അവരാണ് അവിടെ ഉണ്ടായത്. നമ്മള് പിന്നെ കുറച്ച് വൈബ് എടുക്കാനായിട്ട് നേരത്തെ കണ്ട സ്പോട്ടിൽ പോയിട്ട് പാട്ടൊക്കെ വെച്ച് അന്താക്ഷരിയൊക്കെ കളിച്ചിട്ട് ഇരുന്ന്. നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, നേരത്തെ ഉള്ള വീഡിയോയിൽ, ഇന്നലെ നൈറ്റിലെ വീഡിയോയിൽ നമ്മുടെ പൂളിന്റെ ഒരു വൈഡ് ലുക്ക്. ജാക്കിനെയും റോസിനെയും കിട്ടിയില്ല, പകരം കീർത്തിനെയും ആതിരനെയും വെച്ച് ഒപ്പിക്കാം. ഈ ടൈറ്റാനിക് മുങ്ങുവാ. കുറച്ചു നേരം പോയിട്ട് ഊഞ്ഞാലാട്ടിയിട്ട് വരാം. അപ്പൊ 8:30 നമ്മുടെ ടീ ടൈം, ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം. ഇപ്പൊ 7:30 നമ്മൾ പോയിട്ട് റെഡി ആയിട്ട് വരാം അല്ലേ കീർത്തി? ഹായ്. ഏലത്തോട്ടാണ് ചുറ്റും, ഏലത്തോട്ട്. ഭ്രാന്തന്മാര്. ബ്രേക്ക്ഫാസ്റ്റിന് വന്നിട്ടല്ലേ, കോംപ്ലിമെന്ററി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് നോക്കാം. ഇഡ്ഡലി, സാമ്പാർ, പൂരി, പിന്നെ ബ്രെഡ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. കടലക്കറി എല്ലേനേക്കാളും ടേസ്റ്റ്. റിക്കോ ഇഷ്ടായിനാ? റിക്കോ ഒരു ഹായ് പറഞ്ഞിട്ട് നിറങ്ങിയേ. ഹായ് പറ. ഹായ് ഹായ് പറ. ബാർബിക്യൂ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഇതെല്ലാം ചെയ്തു തരും. അപ്പം അതിനുള്ള ഒരു ഡൈനിങ് ഏരിയ ആണിത്. ഇന്നലെ നമ്മൾ ഇവിടെ ഉണ്ടായ സമയത്ത് വേറെ ഒരു ടീം ഉണ്ടായിരുന്നു, അപ്പം അതുകൊണ്ട് രാത്രിയൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് നന്നായിരുന്നില്ലേ ഗൈസ്? നന്നായിരുന്നു. അതെ അതെ.
റെഡിയാ പോവാ ചേച്ചി ഇരുത്തേ സിയോ സെറ്റ് സിയോ എന്നാ അടുത്ത പരിപാടി നമ്മൾ റീൽസ് എടുക്കാൻ പോക്കാണ് സിയോ എടുക്കും റീൽസ് നമുക്ക് അപ്പുറം പോകണം നമ്മള് കണ്ട് പ്രോത്സാഹിപ്പിക്കും. നമ്മൾ അപ്പുറത്തെ റൂമിൽ പോയിട്ട് റീൽസ് എടുക്കാൻ പോക്കാണ് അപ്പോഴേക്കും ബൈ അപ്പൊ നമ്മൾ പോകാൻ റെഡിയായി അപ്പൊ ബൈ ബൈ അല്ലേ അതിലെ അടുത്ത ട്രിപ്പ് വരേക്കും ബൈ ബൈ ബൈ. എല്ലായിരിക്കും അപ്പൊ എല്ലാവരും റെഡിയാ പോവല്ലേ റെഡി അല്ലേ അടുത്ത് ബാക്കിയുള്ളവർ അപ്പോഴും നമ്മൾ വണ്ടിയിലേക്ക് പോവാണ് കാര്യങ്ങൾ നമ്മൾ ഇവരൊക്കെ സിപ്പ് ലൈനിലേക്ക് പോവാന് അതിൽ കയറുന്നുണ്ടാ? ഞാൻ കേറുന്നില്ല. നമ്മളും കയറുന്നില്ല. നീ കേറുന്നുണ്ടാ? ഐസ്ക്രീം വാങ്ങി അറിയിക്കോ. ഐസ്ക്രീം കിട്ടിയാ കാണിച്ചേ. പുഴ പോയി സിപ്പ് ലൈനിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആർക്കും ട്രക്കിങ് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും ടയേർഡ് ആവുന്നത് കൊണ്ടും നമ്മൾ എങ്ങോട്ടാ പോന്നെ? കാരാപ്പുഴ വൈബടിക്കാൻ പോവാ. അപ്പം നമ്മൾ നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. രാമൻകുട്ടി തളരൂല കേട്ടില്ല. വണ്ടി അടിച്ചിട്ട് ആവണ്ട, എല്ലാരും വെള്ളത്തിലാണ്. അപ്പോൾ നമ്മൾ കോമാച്ചി പാർക്കിൽ വന്നിട്ടുള്ളത്. നമ്മൾ അങ്ങനെ ഓടി നടന്ന സ്ഥലങ്ങളൊന്നും കവർ ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുന്നു, അത്ര മാത്രമല്ല കീർത്തി. അപ്പോൾ കോമാച്ചി പാർക്ക് എല്ലാവരും ഫസ്റ്റ് ടൈം അല്ലേ? ഇതിനു മുമ്പ് ആരും കണ്ടില്ല. നമ്മളെല്ല ഫസ്റ്റ് ടൈം. അതെ, കീർത്തി 2 വട്ടം വന്നിന്, ബാക്കി നമ്മളല്ല ഫസ്റ്റ് ടൈമാണ്. ഒന്ന് കീർത്തി തള്ളിയതാണ്. എല്ലാവരും ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ പോയിട്ട് അവിടെ എന്താ ഉള്ളതെന്ന് കാണിച്ചു തരാം. ഇതാണ് കോമാച്ചി പാർക്കിന്റെ എൻട്രൻസ്. നമ്മളിവിടെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയിട്ടില്ലേ, നല്ല വിശപ്പുണ്ട് എന്നാ പറയാൻ നോക്കാം. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. പാർക്കിന്റെ എൻട്രൻസിൽ നമ്മൾ പാർക്കിലേക്ക് പോവാം. നമ്മളെവിടെ പോകുന്നു? സ്കൂട്ടർ. ചാർജ് ഉണ്ട്. എത്രയാണ് ടിക്കറ്റ്? 200. ഒരാൾക്ക് 200, അഡൾട്ട് 200. അപ്പോൾ അടുത്ത ട്രിപ്പില് നമ്മളെ ടീംസ് ആട്ടാ. അതുകൊണ്ട് ഇവര് 2 പുറത്തായി. അപ്പൊ ഇവരും കൂടെ അടുത്തതിൽ കയറാൻ പറഞ്ഞിട്ട് ടീം ഫ്യൂച്ചർ വൈസ് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോ വീണ്ടും തിരിച്ചു പേടിയുണ്ടാ? നല്ല പേടി.
അതിനിങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. സിമ്പിളായി പോയാ. അമ്മേനെ കരയുന്നാട്ടോ ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. ഏറ്റവും കൂടുതൽ പവർ ഉണ്ടാകും നമുക്ക്. മെയിനായിട്ട് ഫോട്ടോഗ്രാഫി. നമ്മ വന്ന പാടെ നല്ല മഴ കിട്ടണമെന്നുണ്ടായി. അതിപ്പാണ് മഴ കുഴപ്പമില്ല. അതെല്ലേ, ഒരു മഴ കിട്ടിയാൽ മതി അല്ലേ. നല്ല സുഖമുണ്ട്. അല്ല കിട്ടില്ല നമ്മളുണ്ട് വേറെന്താ വേണ്ടേ. അവിടെ ഇരിക്കോ ഇരുന്നിട്ടൊരു ഹായ് പറഞ്ഞ. ഹായ് ടാറ്റ പറഞ്ഞ. ഇവിടെ മെയിനായിട്ട് ഫോട്ടോ പോയിന്റ് ആണല്ലേ. ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പല സെറ്റപ്പ്, പല ടൈപ്പ്. നല്ല കോട പോകുന്നുണ്ട്, കിട്ടുന്നുണ്ടോ എന്നറിയില്ല. മഴ പെയ്തല്ലേ, നമ്മള് വിചാരിച്ചു നമ്മുടെ ആഗ്രഹം നടന്നു. ഇല്ല സന്തോഷം ഗൈസ്. ഒരു 2 ദിവസം സമാധാന സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു. പോയി കഥം. നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സന്തോഷം. അതെ, നമ്മള് ഫുഡ് അടിച്ചിട്ട് വീട്ടിൽ പോകാന്ന് വിചാരിച്ചു. നാട്ടിൽ ഒറ്റയ്ക്ക് ട്രിപ്പ് പോയിട്ട് വന്നിരിക്കുകയാണ് കമ്മാലി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.